അടുത്തെന്ന് പറയുന്നത് ഫിസിക്കൽ പോളിസി മെഷേഴ്സ് ആണ്. അപ്പോൾ അത് മൂന്നെണ്ണം ഉണ്ട് അതിന്റെ മെഷേഴ്സ്. ഒന്ന് പബ്ലിക് റവന്യൂ, ഒന്ന് പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഒന്ന് പബ്ലിക് ബോറോയിങ്. അപ്പോൾ പബ്ലിക് റവന്യൂ, മെയിൻ സോഴ്സ് ഓഫ് പബ്ലിക് റവന്യൂ എന്ന് പറയുന്നത് എന്താണ്? ടാക്സ് ആണ്. അപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ടാക്സ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ടാക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആളുകളിലുള്ള എന്ത് ചെയ്യും? ഡിസ്പോസിബിൾ ഇൻകം ഓഫ് പീപ്പിൾ. അത് നമ്മൾ നേരത്തെ പഠിച്ചു. എന്താണ് ഡിസ്പോസിബിൾ ഇൻകം ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത്? എന്താണ്? അതായത് ഒരാളുടെ ഇൻകത്തിൽ നിന്ന് അയാൾ അടയ്ക്കുന്ന ടാക്സ് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത്? ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ അപ്പോൾ ഈ ടാക്സ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകളിൽ പൈസ കുറയുമല്ലോ. അപ്പോൾ അവര് സ്പെൻഡ് ചെയ്യുന്നത് എന്ത് ചെയ്യും? കുറയും. ഓക്കെ. അതുപോലെ അടുത്തെന്ന് പറയുന്നത് പബ്ലിക് എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഈ ഗവൺമെന്റ് വെൽഫെയർ പ്രോഗ്രാംസിനും അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിനായിട്ട് കുറെ മണി സ്പെൻഡ് ആക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യും? ആ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യും? കുറയ്ക്കും. അപ്പൊ അങ്ങനെ ഗവൺമെന്റ് പൈസ കുറയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആര് സ്പെൻഡ് ചെയ്യുന്നത് കുറയ്ക്കും? ആളുകളും സ്പെൻഡ് ചെയ്യണ എമൗണ്ട് കുറയ്ക്കും. ഇനി അടുത്തെന്ന് പറയുന്നത് പബ്ലിക് ബോറോയിങ് ആണ്. പബ്ലിക് ബോറോയിങ് എന്ന് വെച്ചാൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ പബ്ലിക് ഡെപ്റ്റിന്റെ റീപേയ്മെന്റ് ഡിലേ ആക്കും. ഓക്കെ. അറ്റ് ദ സെയിം ടൈം ദ ഗവൺമെന്റ് ഷുഡ് ബോറോ മോർ മണി ഫ്രം ദ പബ്ലിക്. പബ്ലിക്കിൽ നിന്ന് കൂടുതൽ എമൗണ്ട് ഗവൺമെന്റ് എന്ത് ചെയ്യും? ബോറോ ചെയ്യും. അങ്ങനെ 3 മെത്തേഡ്സ് ആണ് ഈ ഫിസിക്കൽ പോളിസി മെഷേഴ്സ് ഉള്ളത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എന്താണ് ബോണ്ടും ബാങ്കും തമ്മിൽ വ്യത്യാസമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ബോണ്ട് എന്താ നോക്കാം. ബോണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരു ഇൻവെസ്റ്ററും ഒരു കോർപ്പറേഷനും അല്ലെങ്കിൽ ഇൻവെസ്റ്ററും ഒരു കമ്പനിയും തമ്മിലുള്ള ലോണ്. അതായത് ഇൻവെസ്റ്റർ എന്ത് ചെയ്യുന്നു? ലോണ് കൊടുക്കുന്നു. ആർക്ക്? കമ്പനിക്ക് കൊടുക്കുന്നു. അതിന് റിട്ടേൺ ആയിട്ട് ഇൻവെസ്റ്ററിന് എന്ത് കിട്ടുന്നു? പീരിയോഡിക് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് കിട്ടുന്നു. അങ്ങനെ മെച്യൂരിറ്റി ഡേറ്റ് എത്തി കഴിഞ്ഞാൽ ഈ കമ്പനി ആ ഫുൾ എമൗണ്ട് ഈ ഇൻവെസ്റ്റർക്ക് റീപേ ചെയ്യുന്നു. ഇതാണ് ശരിക്കും ബോണ്ടിൽ നടക്കുന്നത്. ഓക്കെ. ഇനി ഈ ബോണ്ടും ബാങ്കും തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാൽ രണ്ടും മണി തന്നെയാണ് ബോറോ ചെയ്യുന്നത്. പക്ഷെ ഈ ബോണ്ടാണ് ഒന്നുകൂടി എന്തെന്ന് പറയുന്നത്? അട്രാക്റ്റീവ്. കാരണം വെച്ചാൽ മറ്റേത് ഒന്നുകൂടി ലീഗലാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇത് അങ്ങനെയൊന്നുമില്ല. ഇത് ജസ്റ്റ് ഒരു ബോണ്ട് മാത്രം. അതായത് ഇൻവെസ്റ്ററും കോർപ്പറേഷനും തമ്മിലുള്ള ബന്ധം മാത്രം അതിൽ വരുന്നുള്ളൂ. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് യൂഷ്വലി ലെസ് ദാൻ ഇൻട്രസ്റ്റ് റേറ്റ് അവൈലബിൾ ഫ്രം ദ ബാങ്ക്സ്. അതായത് ബാങ്കിൽ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റിനായിട്ട് കുറവായിരിക്കും ഈ ബോണ്ടിൽ ഉണ്ടായിരിക്കാം. ഓക്കെ. ഇനി അടുത്ത കമ്പനീസ് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പനീസ് എല്ലാവരും ഏതാണ് കൂടുതൽ പ്രിഫർ ചെയ്യുക? ഈ ബോണ്ടാണ് പ്രിഫർ ചെയ്യുക. കാരണം വെച്ചാൽ അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് അതിന് ഉണ്ടാക്കാൻ പറ്റും. കാരണം വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണല്ലോ. ഇനി അടുത്തെന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ബോണ്ട്സ് ആണ്. എന്തൊക്കെ ടൈപ്സ് ബോണ്ട്സിൽ? ഒന്ന് കൊളാറ്ററലൈസ്ഡ് ഡെപ്റ്റ് ഒബ്ലിഗേഷൻസ് ഉണ്ട്. അതായത് ബോണ്ട്സ് ബാക്ക്ഡ് ബൈ അസറ്റ്സ്. അതായത് നമ്മൾ ബോണ്ട് വെക്കുമ്പോൾ അതിൽ ഒരു ബാക്കപ്പ് പോലെ നമ്മൾ എന്ത് വെക്കും? കൊളാറ്ററൽസും വെക്കും. അങ്ങനെയുള്ള ബോണ്ടാണ് എന്ന് പറയുന്നത് കൊളാറ്ററലൈസ്ഡ് ഡെപ്റ്റ് ഒബ്ലിഗേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആർക്കും ഒരു ഇതാണ്. അതായത് ഇപ്പോൾ എങ്ങാനും കമ്പനി അടയ്ക്കാൻ നേരം വൈകി വെക്കുക, പൈസ ഇൻട്രസ്റ്റ് റേറ്റ് അടയ്ക്കാൻ നേരം വൈകി കഴിഞ്ഞാൽ അത് ഈ ഇൻവെസ്റ്ററിന് എന്താണ്? ഒരു അസറ്റായി നിൽക്കുമല്ലോ. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് മെയിൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ കാർ ലോൺസ്, അതുപോലെ തന്നെ ഹോം മോർട്ടേജസ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മൾ കാർ ലോൺ അല്ലെങ്കിൽ വീടിന്റെ മുകളിൽ ലോൺ എടുക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ കൊളാറ്ററൽസ് വെക്കും. ഈ രണ്ടാമത്തെ എന്ന് പറയുന്നത് നോൺ കൊളാറ്ററലൈസ്ഡ് ആയിട്ടുള്ള ലോൺസ് ആണ്. അപ്പോൾ എന്തുണ്ടാവുന്നില്ല? ഒരു ഡെപ്റ്റ് ഇഷ്യൂ ഉണ്ടാവുന്നില്ല. കൊളാറ്ററൽസ് ഒന്നും വെക്കാത്തതുകൊണ്ട് അങ്ങനെ ഡെപ്റ്റ് ഒന്നും ഉണ്ടാവുന്നില്ല. പക്ഷെ ഇതൊരു എന്താണ്? അൺസെക്യൂർഡ് ആയിട്ടുള്ള ഡെപ്റ്റ് ആണ്. കാരണം വെച്ചാൽ ഇത് റിസ്ക് ആർക്ക് കൂടുതൽ? ഇൻവെസ്റ്റേഴ്സാണ് കൂടുതൽ. കാരണം വെച്ചാൽ കൊടുത്ത പൈസ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഒരു റിസ്ക് അല്ലേ അത്. അപ്പൊ അതിന് വിളിക്കുന്ന പേരാണ് അൺസെക്യൂർഡ് ആയിട്ടുള്ള ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. എക്സാമ്പിൾ ക്രെഡിറ്റ് കാർഡ് ഡെപ്റ്റ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി ബിൽസ്. ഇപ്പൊ നമ്മുടെ KCB ബിൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് ശരിക്കും? യൂട്ടിലിറ്റി ബിൽസ് എന്ന് വെച്ചാൽ KCB ബില്ലല്ല, സോറി, ക്രെഡിറ്റ് കാർഡിന്റെ മറ്റേ പൈസ അങ്ങനത്തെ എമൗണ്ട് ഒക്കെ ഇല്ലേ, അതൊക്കെ ഇതിലാണ് പെടുക. ഇനി ഇതില് എന്തായിരിക്കും? ഹയർ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കുക. കാരണം വെച്ചാൽ കൊളാറ്ററലൈസിനെക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ഏതിനുണ്ടായിരിക്കും? ഈ നോൺ കൊളാറ്ററലൈസ്ഡ് ആയിട്ടുള്ള ലോൺസിന് ഉണ്ടായിരിക്കും. ഇനി മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കൺവേർട്ടിബിൾ ബോൺസ് ആണ്. എന്താണ് കൺവേർട്ടിബിൾ ബോൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഇൻവെസ്റ്റർക്ക് എന്താണ്? അത് അവരുടെ കയ്യിലുള്ള എല്ലാ എമൗണ്ടും സ്റ്റോക്ക് ഷെയർ ആക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആർക്ക് കൊടുക്കുന്നുണ്ട്? ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ടൈപ്പ് ബോൺസ് ആണ് എന്തെന്ന് പറയുന്നത്? കൺവേർട്ടിബിൾ ബോൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.